നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെപ്പോൾ അവൾ വരുന്നത് നീ കണ്ടോ? അതെ അളിയാ, ഞാൻ കണ്ടു. ഓ, പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. The second reader response theory is called affective stylistics. Affective stylistics is a branch of reader response theory developed by Stanley Fish, who believed that a text can only come into existence as it is read. Therefore, a text cannot have a meaning independent of the reader. വായനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടെക്സ്റ്റ് ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സ്റ്റൈലിസ്റ്റിക്സ് ഫോക്കസസ് on the figures of speech and other rhetorical devices used to provide variety and a distinctness to someone's writing. ഓരോ വാചകത്തിൻ്റെയും ഭംഗി അതിൽ ഉപയോഗിച്ച ശൈലി എങ്ങനെയുണ്ട് എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എഴുതിയ വാചകങ്ങളുടെ അല്ലെങ്കിൽ ചിന്തകൾ എങ്ങനെ വായനക്കാരെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ തിയറിയിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് എന്നും അതിനെ വായിക്കുമ്പോഴാണ് ലിറ്റററി വർക്ക് ഉണ്ടാകുന്നത് എന്നാണ് റോസൻബ്ലാറ്റ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഓട്ടോണമി അല്ലെങ്കിൽ പ്രയോറിറ്റി ആ അച്ചടിച്ച വാക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റാൻലി ഫിഷിന്റെ അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വായനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടെക്സ്റ്റ് തന്നെ ഇല്ല എന്നാണ്. വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വായനയിലാണ് ടെക്സ്റ്റ് ഉണ്ടാകുന്നത് എന്നാണ് ഫിഷ് പറയുന്നത്. The text is examined closely, often line by line or even word by word, in order to understand how stylistics it affects the reader in the process of reading. അതുകൊണ്ടാണ് affective stylistics. So this is an analysis of the mental processes produced by specific elements in the text. It is the phrase by phrase analysis of how the text structures the reader's response. ഇത് വെറുതെ വാചകത്തിന്റെ അർത്ഥം പറയലല്ല, മറിച്ച് ഓരോ വാക്കും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഫ്രേസും വായിക്കുമ്പോൾ എങ്ങനെ അതിലെ അർത്ഥം വായനക്കാരുടെ ചിന്തകളെ സ്ട്രക്ചർ ചെയ്യുന്നു, എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. നീ അവളെ അനന്തതയുടെ അഗാധ നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ എന്ന് പീറ്റർ ചോദിക്കുന്നുണ്ട്. Now imagine we read these lines in a text. When the line starts, we as readers are wondering about the beauty of the girl Lal's character Unnikrishnan is infatuated with. Each line spoken by Mukesh's character Peter informs the reader about the growing desire inside Unnikrishnan. പച്ചപ്പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തോന്നി. We are amazed at the clarity of Peter's words and the specific sequences used to describe the experience of Unni. Unni then asks Peter, "Nee ende manasakshi sukshippukarana?" The reader must have thought the same. Only the best of friends will be able to describe the thoughts inside someone. So, in these words, the reader's thoughts are centered on 1. The beauty of the girl. 2. The appreciation of her beauty by Unni as something divine through the words of Peter. 3. The ability of Peter to understand the thoughts of his friend, which also shows the bond of their friendship.
Then Peter reveals how he remembers these words. ഇത്രയും കറക്റ്റായിട്ട് എങ്ങനെ ആ വാക്കുകളൊക്കെ ഓർമ്മ വന്നെന്ന് പീറ്റർ പറയുന്നുണ്ട്. Unni had used the same words earlier to profess love to a girl they knew during their college days. The girl reported it to the principal, and Unnikrishnan said he had nothing to do with the letter and that it was Peter who wrote the letter. Peter was obviously suspended from the college. They got a sincerity of love and friendship. At this juncture, the reader's certainty about their bond of friendship shifts to certainty about the lack of it, as Unni has betrayed Peter earlier. Unni's thoughts about Gadha's divine beauty become tainted, as he had used the same words to describe another girl earlier. The critic in me just described how each phrase leads the reader from certainty about the strength of Unnikrishnan's love, friendship, and the beauty of the girl Gadha to uncertainty about each of them. ഇതിലെല്ലാത്തിലുമുള്ള ഒരു ഡൗട്ട് ഇപ്പം നമ്മുടെ വായനക്കാരുടെ ഉള്ളിൽ കുടുങ്ങുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ നടന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതാണ്. Affective stylistics will involve the mapping of the structure of the reader's response from moment to moment. Though there is a great deal of focus on the text, just like the transactional theory, many practitioners of affective stylistics do not consider the text an objective and autonomous entity. ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ട്രാൻസാക്ഷണൽ തിയറി കൊടുത്തിരുന്ന അത്രയും ഇമ്പോർട്ടൻസ് ടെക്സ്റ്റിന് കൊടുക്കുന്നില്ല. എങ്ങനെ കൊടുക്കുന്നില്ല? അതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ല ഈ അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സിന് ഉള്ളത്. They do not look at the text as having a fixed meaning, independent of readers, as they believe the text consists of the results it produces, and those results occur within the reader. We move over to the third reader response theory, which is called the subjective reader response theory. David Bleach is the leading proponent of this theory. He completely changes the concept of the text as proposed in the earlier two approaches. What does he do? He states that the written responses of the readers are the text. There is no literary text beyond the meanings created by readers' interpretations. That is why it gets the name subjective. The theory is based on the belief that all knowledge is subjective. The perceived can't be separated from the perceiver. Bleach differentiates between two concepts, real objects and symbolic objects. Real objects are physical objects such as tables, chairs, cars, books, and the like. The printed pages of a literary text are real objects. നമുക്ക് കാണാൻ പറ്റുന്ന, നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. Okay. However, the experience created when someone reads those printed pages is a symbolic object, because it occurs not in the physical world but in the conceptual world, that is, in the mind of the reader. ഇപ്പം നമ്മൾ ഒരു എഴുതിയ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലാണ് അത് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണത്. അതിനെയാണ് സിംബോളിക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. This is why Bleich calls reading the feelings, associations, and memories that occur as we react subjectively to the printed words on the page symbolization. Our perception and identification of our reading experience creates a symbolic world in our mind as we read. Therefore, when we interpret the meaning of the text, we are actually interpreting the meaning of our own symbolization. We are interpreting the meaning of the conceptual experience we created in response to the text. He thus calls the act of interpretation re-symbolization. This is the textual explanation that we give. Re-symbolization occurs when our experience of the text produces in us a desire for explanation.
ഒരു കൃതി വായിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടേതായ രീതിയിൽ നമ്മുടെ മനസ്സിലൊരു ലോകം ഉണ്ടാക്കി വെക്കും. ഈ പ്രക്രിയയാണ് സിംപ്ലൈസേഷൻ എന്ന് പറയുന്നത്. ഒരുതരം കോഡിംഗ് ആണ്. നമ്മളൊരു ടെക്സ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയ ആ സിംബോളിക് വേൾഡ് അല്ലെങ്കിൽ ആ ഒരു ലോകത്തിനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ബ്ലെയ്ച്ച് പറയുന്നത്. നമ്മൾ സിംപ്ലൈസ് ചെയ്തതിനെ അല്ലെങ്കിൽ കോഡ് ചെയ്ത് വെച്ചതിനെ ഡീകോഡ് ചെയ്യുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ. ബ്ലെയ്ച്ച് ഈ പ്രക്രിയയാണ് റീസിംബിളൈസേഷൻ എന്ന് പറയുന്നത്. സിംബിളൈസേഷൻ, റീസിംബിളൈസേഷൻ. റീഡിംഗ് നടക്കുമ്പോൾ സിംബിളൈസേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് റീസിംബിളൈസേഷൻ ആണ്. ആ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഇതിനെ ഒന്ന് വിവരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോഴാണ് റീസിംബിളൈസേഷൻ ഉണ്ടാവുന്നത്. Our evaluation of the text quality is also an act of re-symbolization. ആ ടെക്സ്റ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ, അതും ഒരുതരം റീസിംബിളൈസേഷൻ ആണെന്നാണ് പറയുന്നത്. ഇഫ് വി ഡോണ്ട് ലൈക്ക് ഓർ ഇഫ് വി ഡിസ്ലൈക്ക് എ ടെക്സ്റ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ഡിസ്ലൈക്ക് അവർ സിംബിളൈസേഷൻ ഓഫ് ഇറ്റ്. നമ്മൾ ടെക്സ്റ്റ് വായിച്ചു, അത് ബുക്ക് ആ ഒരു പുസ്തകം നമുക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രക്രിയ, നമ്മൾ നമ്മുടെ കോഡിങ്ങിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്നുള്ള ബ്ലെയ്ച്ച് പറയുന്നത്. അപ്പോൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നമ്മൾ ചെയ്തിട്ടുള്ള കോഡിങ്, നമ്മുടെ സിംപ്ലൈസേഷനെയാണ് അത് ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മൾ എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. Thus the text we talk about isn't really the text on the page. It's the text in our mind. Summing up, according to Bletch and the subjective reader response theory, the text that we interpret is the text that exists in our mind.